എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഓണമൊക്കെ വന്നെത്തി. അപ്പോൾ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഇന്ന് ഉത്രാടമാണ്. എല്ലാവരും ഉത്രാടത്തിന്റെ തിരക്കുകളൊക്കെ ആയിരിക്കും. ഇവിടെയും അമ്മ കിച്ചണിൽ രാവിലെ തന്നെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ് ഇന്ന്. അപ്പൊ ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. അപ്പൊ ഇവിടെ കേക്കൊക്കെ അമ്മ മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാം നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വ്ളോഗ് ആയിട്ടങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. വ്ളോഗ്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ചെറിയൊരു വ്ളോഗ് ആയിട്ടങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. കാണാൻ റെഡിയല്ലേ എല്ലാവരും? അപ്പൊ നമുക്ക് ഓരോരോ കാഴ്ചകളിലേക്ക് തുടങ്ങാം. അപ്പൊ ദേ ഇതാണ് നമ്മുടെ കേക്ക് ഇന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ തൊട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പുറത്ത് വേറെ കുറെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ദേ ഇതാണ് അമ്മയുടെ സ്പെഷ്യൽ പായസമാണിത്. ഇതൊന്ന് തുറന്നേ അമ്മ. എനിക്ക് ക്യാമറ പിടിച്ചേക്കണായിരുന്നു, തുറക്കാൻ പറ്റണില്ല. ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്തത് അവിടെ വേറെ പാത്രത്തിൽ ഇരിപ്പുണ്ട്. ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പകർത്തിയെടുത്ത. ആഹാ, അടിപൊളി പായസമാണ്. വേണ്ട, സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ വേണ്ട പാൽപ്പായസമാണ്. നമുക്ക് വേറെ ക്ലിപ്പിംഗ് കാണിക്കാം. സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ പാൽപ്പായസമാണ്. ഇത്തിരി ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ? സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ. വേറെ കാണിച്ചു തരാം. അപ്പോൾ ഇത് പായസം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. എല്ലാം നിങ്ങൾ ഓരോന്ന് കാണിക്കാം. ആദ്യം നമുക്ക് കേക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ കേക്ക് തുറക്കാൻ പോവാണ്. എന്ത് കേക്ക് ആണെന്ന് എനിക്കറിയില്ല. അമ്മയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്ത് കേക്കാണെന്ന് നമുക്കിപ്പം നോക്കാം. ദേ അടിപൊളി, നല്ല സൂപ്പർ ആയിട്ടുള്ള സ്ട്രോബെറി കേക്കാണിത്. അടിപൊളിയായിട്ടുണ്ട്. അതെ അതെ, സ്ട്രോബെറി ഫ്രഷ് ക്രീം കേക്കാണിത്. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ചേറില്ലേ ഇവിടെ? ചേറുണ്ട്. കത്തി എന്തിയപ്പോ? കത്തിയും കൊണ്ട് മുറിക്കാൻ പറ്റൂല. മുറിക്കാം. പിന്നെ ഇത് നമുക്ക് ഫുൾ മുറിക്കാനുള്ളതല്ലേ. അപ്പൊ ഈ കത്തി വെച്ചിട്ട് മുറിക്കാം. പ്ലേറ്റ് എടുത്തോണ്ട് വേണ്ട, ഇത് മതി. അപ്പൊ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാൻ പോവാണ്. കേക്ക് എല്ലാരും കണ്ടല്ലോ അല്ലേ? കേക്ക് മുറിക്കാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ഇരിക്കണേ. അപ്പൊ എന്തായാലും മുറിച്ച് കളയാം. അപ്പൊ എന്താ വളരെ ദുഃഖത്തോടു കൂടി ഇരിക്കണേ. പൂജാതി ആയാലും എങ്ങും ഓർത്ത് ചിരിക്കണം ഉള്ളില. അപ്പൊ ഏതായാലും മുറിക്കാം. ഇവിടെ മുറിക്കാം അല്ലേ? പേരെഴുതിയേക്കണമെന്നങ്ങ് കട്ട് ചെയ്യാം. ഓ, വലിയ കേക്കാണല്ലോ. താഴെയൊക്കെ ഉണ്ട് കേട്ടോ കളറ്. എല്ലാ വർഷവും മേടിക്കുന്നതല്ലേ? നല്ല സ്ട്രോബെറി ആണ് വാങ്ങാം. സ്ട്രോബെറി ഞാൻ പറഞ്ഞിട്ടല്ലേ കേക്ക്. സാധാരണ ഒരു ഐസിംഗ് കേക്ക് മേടിക്കും, ബേക്കറിയിൽ ചെന്ന് ഓർഡർ കൊടുക്കും. ഇത്തവണ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേക്ക് വാങ്ങിച്ചു എന്ന് മാത്രം. നല്ല സോഫ്റ്റ് ആണ്. ഫ്രഷ് ക്രീം കേക്ക് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ്. കത്തിയുടെ വെച്ച കേക്കിന് ഇട്ടും ഞാൻ ആദ്യം ഭയങ്കര സോഫ്റ്റാ. എനിക്ക് ഇച്ചിരി ഉള്ളല്ലോ. എനിക്ക് കൂടുതൽ കഴിക്കാൻ കുഴപ്പമില്ല. ഞാനും ഇച്ചിരി തരാം. ഈ മാസം മുഴുവൻ ഞാൻ നിന്നോളാം. ഞാൻ തരാം. നല്ല കേക്കാണ്. നല്ല കേക്ക്, അടിപൊളി കേക്കാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേക്കാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. ഫ്രഷ് ക്രീമാണ്, സ്ട്രോബെറി. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ലതാ. ഇനി എല്ലാം മുഴുവൻ കട്ട് ചെയ്തൊരു ടിന്നിൽ ഇടണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇച്ചിരി കൊടുത്തില്ലല്ലോ. അത് ഞാൻ കഴിച്ചോളാം. ഞാൻ കഴിക്കാൻ പിന്നെ പിടിക്കുകയാണല്ലോ. ഇത് നിങ്ങൾക്ക് നേരിട്ട് തരാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കുമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങളുടെ വക ബർത്ത്ഡേ സ്പെഷ്യൽ കേക്ക് ഉത്രാടം ദിനത്തില്. അതുപോലെ തന്നെ ഇതിലിരിക്കുന്ന പാൽപ്പായസവും എല്ലാവർക്കുമായിട്ട് ഞങ്ങൾക്ക് പ്രത്യേകം തരുന്നു. അമ്മ ഇപ്പൊ തുറക്കുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഇത്തവണ വെർച്വൽ ഓണം സെലിബ്രേഷൻ ആണ്. ഓൺലൈനിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് ഇത്തവണ എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. എല്ലാവരും വളരെ സേഫ് ആയിട്ട്
സന്തോഷമായിട്ടും ഒക്കെ വീട്ടിലിരുന്നൊക്കെ വെർച്വൽ ആയിട്ടാണെങ്കിലും വീട്ടിലിരുന്നൊക്കെ ആഘോഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലളിതമായ ആഘോഷം. അതെ അതെ അതെ. ഞങ്ങളുടെ പാൽപ്പായസം എല്ലാവർക്കും അമ്മയുടെ സ്പെഷ്യൽ പാൽപ്പായസം, പിന്നെ എന്റെ വക സ്പെഷ്യൽ കേക്കും. അപ്പൊ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ആഘോഷിച്ചു. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഓണത്തിന്റെ സമീപമാണ്, ഉത്രാടത്തിന്റെ അന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ചെറിയ ആഘോഷം കൂടുതലുണ്ടെന്ന് മാത്രം. അതെ, അടിപൊളി കേക്കാട്ടോ, പറയാൻ വയ്യ. നല്ല കേക്കാ. എന്താ കാണിക്കുന്നത്? ഞാൻ തന്നെ നിന്നോണ്ടിരിക്കുക. കാണിച്ചു ക്രീം വരട്ടി. ഫ്രഷ് ക്രീം മേടിക്കാൻ പറഞ്ഞതാ. ഇതെന്റെ പണിയ. ഇനി കട്ട് ചെയ്ത് ഞാൻ കണ്ടെയ്നർ കൊണ്ടുവന്ന് തരാം. കട്ട് ചെയ്തൊന്ന് വെച്ചാൽ ഞാൻ ഉത്രാട തിരുനാളിന്റെ ഒരുക്കത്തിന് പോവാണ്. അപ്പൊ നിങ്ങളെ അതൊക്കെ കാണിച്ചു തരാം. പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കണം. അപ്പൊ അതിന്റെ ഒക്കെ പരിപാടിയെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ മുറുക്കിയെടുക്കാൻ പോവാ ഞാൻ. അതെ, അത് കട്ട് ചെയ്തോട്ടോ.